ലൈംഗിക അതിക്രമ കേസുകളിൽ എം മുകേഷ് MLA, ഇടവേള ബാബു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളിൽ ഉത്തരവ് മറ്റന്നാൾ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യാഴാഴ്ച വിധി പറയും. നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടി. 2 ദിവസം നീണ്ട വാദത്തിനൊടുവിലാണ് ഹർജികൾ വിധി പറയാൻ മാറ്റിയത്. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകരുതെന്ന് പ്രത്യേക അന്വേഷണ സംഘം ആവർത്തിച്ചു. രഹസ്യമൊഴികളടക്കം ലഭിച്ച സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും അന്വേഷണം തടസ്സപ്പെടുത്താനും സാധ്യതയുണ്ടെന്നാണ് വാദം. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ജാമ്യം ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയതിനാൽ മണിയൻപിള്ള രാജുവിന് സ്റ്റേഷനിൽ ഹാജരായി ജാമ്യമെടുക്കാമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഈ മാസം 13-ന് വീണ്ടും പരിഗണിക്കും. ഇതിനിടെ സംവിധായകൻ VK പ്രകാശിനെതിരെ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. 2022 ഏപ്രിൽ 4-ന് പരാതിക്കാരിയും VK പ്രകാശും ഹോട്ടലിൽ എത്തിയതിന്റെ രേഖയാണ് ലഭിച്ചത്. പശ്ചിമബംഗാൾ നടിയുടെ പരാതിയിലെടുത്ത കേസിൽ സംവിധായകൻ രഞ്ജിത്തും ഹൈക്കോടതിയെ സമീപിച്ചു. ശ്രീകാന്ത്, 24, കൊച്ചി.